ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 4G ആണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു എന്നായിരുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്ലഗ് പോയതാണ് സ്റ്റാർട്ട് ആവാഞ്ഞതിൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ നമുക്കത് സെൽഫ് അടിക്കാൻ നോക്കുമ്പോൾ സെൽഫ് എടുക്കണ്ടായില്ല. അപ്പോൾ ബാറ്ററി നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. 2019 മോഡൽ ബാറ്ററിയാണ്. ഓൾറെഡി നമ്മൾ മീറ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിജിറ്റൽ തെളിയാനുള്ള പവർ പോലും ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നില്ല. ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. സെൽഫ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴും ഓൾറെഡി നമുക്ക് അതിൻ്റെ കിക്കർ അടിച്ചു കഴിഞ്ഞാൽ ജാമായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ശരിക്കും ഈ മോഡലൊക്കെ ഇടയ്ക്ക് നമുക്കൊന്ന് അഴിച്ച് ക്ലച്ച് ഗ്രീസിങ്ങും അതേപോലെ കിക്കർ ഗ്രീസിങ്ങും ഒക്കെ ചെയ്യേണ്ട ഒരു മോഡലാണ്. CVT ക്ലച്ചാണ്, ഡ്രൈ ടൈപ്പാണ്. മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ കിക്കർ അഴിച്ചൊന്ന് കിക്കർ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റുന്നത് നന്നായിരിക്കും. അത് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പത്തിന്. പിന്നെയെന്ന് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ബാറ്ററിയുടെയാണ്. പിന്നെ എഞ്ചിനിൽ ചെറിയ സൗണ്ട് വേരിയേഷൻസ് ഉണ്ട്. നമുക്കൊരു ബെയറിങ്ങിൻ്റെ ഒരു സൗണ്ട് കേട്ടതുകൊണ്ട് നമ്മൾ എൻ്റെ എഞ്ചിൻ ഓയിലൊന്ന് നോക്കിയതാണ്. ഓയിലില്ല, ആകെ കൂടിയുള്ള ഓയിലാണ് ഈ കാണുന്നത്. നമുക്ക് 800 മില്ലി ഓയിൽ വേണം ശരിക്കും. ഇതൊരു 100-150 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ ഓയിൽ തൽക്കാലം ഒന്ന് മാറ്റി തന്നെ ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. എന്തായാലും എഞ്ചിൻ്റെ ബെയറിങ്ങിൻ്റെ സൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ചെറിയൊരു സൗണ്ട് കാണിക്കുന്നുണ്ട് എഞ്ചിൻ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് നോക്കിയിട്ടെങ്കിലും എന്ത് പറയാം. അപ്പോൾ നമുക്ക് കിക്കർ ഒന്ന് അഴിച്ച് എന്തെങ്കിലും ഗ്രീസിങ് നടത്താം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ബാറ്ററിയുടെയും എഞ്ചിൻ ഓയിലിൻ്റെ കേസൊക്കെ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. ഞാനപ്പോൾ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് മാറ്റാതെ കൊണ്ട് വണ്ടി ഓടിക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാം, സ്പാർക്ക് പ്ലഗ് മാറ്റാം, കിക്കർ അഴിച്ചൊന്ന് ഗ്രീസിങ് നടത്താം. പിന്നെ ബാറ്ററിയുടെ കേസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഇപ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെയും പ്ലഗിൻ്റെയും അതേപോലെ തന്നെ കിക്കർ ഗ്രീസിങ്ങിൻ്റെയും നമ്മൾ ചെയ്ത വർക്കിൻ്റെ ലേബറിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. ബാറ്ററിയുടെ കേസ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ. കാരണം അത് ഈ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് സെപ്പറേറ്റ് ഞാൻ പറയാം. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഡീറ്റെയിൽസ് പറഞ്ഞേട്ടോ. ഓക്കെ, ഞാനത് പെട്രോൾ ഓവർഫ്ലോ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ നിർത്തി വയ്ക്കി. അപ്പോഴും നമുക്ക് നിലവിൽ പെട്രോൾ ഓവർഫ്ലോയുടെ ഒരു പ്രോബ്ലം ആയിട്ടൊന്നും കാണുന്നില്ല. അതല്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മളതിന് കാർബറേറ്റർ അഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പറയത്തക്ക ഒരു കംപ്ലൈൻ്റ് ഒന്നും ആ ഭാഗത്തുനിന്ന് കാണുന്നില്ല കേട്ടോ.